കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാറ്റർഡേ ആയപ്പം ഞാൻ കരുതി ഒന്ന് ഫ്രീ ആവാം. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഞാനൊരു വേറൊരു KSFEയുടെ വീഡിയോ ഇട്ടത്. എല്ലാവരും വീഡിയോ ഒന്ന് കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യുക. അത് ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ മാറ്ററിലേക്ക് ഞാൻ വരാം. ഇന്നലെ ഞാനൊരു ഷോർട്സ് ഇട്ടായിരുന്നു, പിമ്പിൾ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്സ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ താഴെ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു. ആ കമൻറ്റിൽ കുട്ടി വന്നിട്ട് ഏകദേശം ടീനേജ് ഏജാണ്. അപ്പോൾ വേറൊന്നുമല്ല, എല്ലാവർക്കും ടീനേജിലെല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന പ്രോബ്ലമാണ് ഈ ആക്നി പ്രോബ്ലം. ഈ ആക്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീനേജിലുള്ള ആക്നിക്ക് കുറച്ചും കൂടെ പ്രത്യേകതയുണ്ട്. അവൻ നോർമൽ ആക്നി പോലെയല്ല. നമ്മളുടെ ഹോർമോൺ ചേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഏജിൽ കൂടുതലുള്ള ഒരു പ്രായമാണ് ടീനേജ്. ഫ്രം 12 to 18 ഇയേഴ്സ് വരെ ഈ സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആ സമയത്ത് നമുക്ക് പീരീഡ്സ് ആവുന്നു. ഇപ്പം പീരീഡ്സ് 12 ഇയേഴ്സിന് മുന്നേ വരെ ആവാറുണ്ട്. എന്നാലും പറഞ്ഞു വരുമ്പം 12 to 18 ഒരു മെയിനായിട്ട് ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ചേഞ്ചസ് ഉണ്ടാവുന്നത്. അപ്പം ആ ഒരു ആക്നീനെ പറയുന്ന പേരാണ് അഡോളസൻ ആക്നി എന്നാണ് അതിനെ പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു ടീനിൽ വരുമ്പം അറിയാലോ, നമ്മുടെ സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഓയിൽ ഗ്ലാൻസിൻ്റെയൊക്കെ സ്റ്റിമുലേഷൻ ഏറ്റവും കൂടുതൽ ഓയിൽ ഗ്ലാൻസൊക്കെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു പ്രായമാണ് ടീനേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഓയിൽ ഗ്ലാൻസ് ആക്റ്റീവ് ആകുമ്പം അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഓയിൽ പ്രൊഡക്ഷൻ കൂടും. അപ്പം ഓയിൽ പ്രൊഡക്ഷൻ കൂടിക്കഴിയുമ്പോൾ അവിടെ ബാക്ടീരിയ, ഡെഡ് സെൽസ് ഇതൊക്കെ അടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്കിന്നിൽ ഒത്തിരി പോഴ്സ് ഉണ്ട്, ഒത്തിരി ദ്വാരങ്ങളുണ്ട്. സ്കിന്നിനും ശ്വസിക്കണമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ പോഴ്സൊക്കെ ക്ലോസ് ആക്കി വെച്ചാൽ പറ്റുമോ? ഓപ്പൺ ആയിട്ടൊക്കെ വെക്കണ്ടേ? അപ്പം നമ്മൾ ഈ പോഴ്സ് വന്നിട്ട് ക്ലോസ് ആയി കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത് ബ്രേക്ക് ഔട്ട്സ് ആയിരിക്കും. ഈ കുരുക്കളായിരിക്കും ഈ റിസൾട്ടായിട്ട് വരുന്നത്. അപ്പം ഈ ടീനേജിൽ ഈ ഒരു പ്രോസസ്സിങ് ഇത്തിരി കൂടുതലാവുമ്പം കുരുക്കൾ കൂടാനുള്ള ചാൻസും കൂടുതലാണ്. ചിലവർക്ക് ആ ഒരു പ്രശ്നം വരാറുണ്ട്. അതാണ് ഈ ടീനേജിൻ്റെ പുറകിൽ ഈ കുരുക്കൾ വരുമ്പം ഇതിൻ്റെ പ്രത്യേക ഒരു കാരണം ഇത് തന്നെയാണ്. അഡോളസൻ ആക്നിയാണ് മെയിനായിട്ട് ആ സമയത്ത് കാണപ്പെടുന്നത്. അപ്പം ടീനിലുള്ളവർ നമ്മളിപ്പം ഈ ഫേസ് ക്രീംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം അതിൻ്റെ ഒരു അവർ ശ്രദ്ധിക്കേണ്ട അവരുടെ ഫുഡാണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നങ്ങളുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ എന്നോട് സംശയം ചോദിച്ച മകളാണെങ്കിലും അവരുടെ ആരെങ്കിലും അങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അവരുമായിട്ട് ഷെയർ ചെയ്യുക. വേറൊന്നുമല്ല, ഫസ്റ്റ് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ക്ലീൻ ആയിട്ട് വെക്കുക. എല്ലാവരും ഇപ്പോൾ ടീനിലുള്ളവരുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്, ജനറലി ആയിട്ടല്ല. ടീനിലുള്ളവർ, എൻ്റെ കുഞ്ഞിനിപ്പം 13 ഇയേഴ്സാണ്, 14 ആവും. അപ്പോൾ അവളോട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. സ്കിന്ന് രാവിലെയും വൈകിട്ടും ഫേസ് വാഷ് ഇട്ട് മസ്റ്റായിട്ട് കഴുകുക. ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പം ഒത്തിരി കണ്ടൻസ് ഒത്തിരി കൂടുതലുള്ളത്, പവറുള്ള കെമിക്കലുള്ളത് അങ്ങനെയൊന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നോർമൽ, ഞാനിപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നത്, ഹിമാലയ പ്യൂരിഫൈയിങ് നീം ഫേസ് വാഷ്. ഇതിപ്പോൾ ഞാനിത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ഇത് തീരാറയായി. വേറെ ഞാൻ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ഇത് ഏകദേശം ഒരു 2 വർഷമായി ഞങ്ങളിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇവൻ്റെ പ്രശ്നമല്ല, ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് യാതൊരു സൈഡ് എഫക്റ്റും ഒന്നുമില്ല. ധൈര്യമായിട്ട് യൂസ് ചെയ്യുക. 2 നേരം ഇത് യൂസ് ചെയ്യുക. സ്കിന്ന് നല്ല ക്ലീൻ ആക്കുക. അതിനുശേഷം നമ്മൾ സ്കിൻ ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം എന്തോ ചെയ്യണം? ക്ലെൻസിങ് കഴിഞ്ഞു. പിന്നെ ടോണർ ആണെങ്കിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ലൈറ്റായിട്ടുള്ള ടോണിങ് മാത്രം ചെയ്താൽ മതി. ഒത്തിരി നമ്മൾക്കിപ്പം എന്താ പറയുന്നത്, സ്കിന്നിൻ്റെ കളറ് വരും, അല്ലാന്നുണ്ടെങ്കിൽ സ്കിന്നിൽ അല്ലെങ്കിൽ അങ്ങനെ വളരെ കുറേ മാർക്കറ്റാകുമ്പം അഡ്വർടൈസ്മെൻറ്റ് കൂടുതലായിരിക്കും. നമ്മളത് നോക്കണ്ട. നമ്മൾ ചൂസ് ചെയ്യുമ്പം നമ്മൾ ലൈറ്റായിട്ടുള്ള മൈൽഡായിട്ടുള്ള ടോണർ തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടോണിങ് കഴിഞ്ഞു. പിന്നെ മോയ്സ്ചറൈസിങ് ആണ്. അപ്പോൾ മോയ്സ്ചറൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ടീനേജിലാവുമ്പം നമ്മൾ ഈ മോയ്സ്ചറൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും കൂടി സൂക്ഷിക്കണം. ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ എന്തുണ്ട്? ഓയിലുണ്ട്. മോയ്സ്ചറൈസറിൻ്റെ കൺസിസ്റ്റൻസിയും ഏകദേശം ഓയിലി ആയിരിക്കും. അപ്പോൾ ഒത്തിരി ഓയിലാവുമ്പോഴും അത് നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ അടഞ്ഞിരിക്കുമ്പോഴും ഈ കുരുക്കൾ, ഈ ബ്രേക്ക് ഔട്ട്സ് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ അഡീഷണൽ ഓയിൽ ഒത്തിരി കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസർ ഉള്ളൊരു ക്രീം നിങ്ങൾ ചൂസ് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ അങ്ങനെയാണ് എൻ്റെ മകൾക്ക് കൊടുക്കുന്നത്. അത് റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ് അവൾക്ക് യൂസ് ചെയ്യുന്നത്. ആയുറിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വന്നിട്ട് SPF 40++ ആണ്. ആക്ച്വലി ഇപ്പം മഴക്കാലത്തൊക്കെ അത് ഓക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷേ വേറൊരു ഓപ്ഷനില്ല. ഞാനും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനും വളരെ പിമ്പിൾ പ്രോൺ ആയിട്ടുള്ളൊരു സ്കിന്നാണ് എൻ്റെ. അതുകൊണ്ടിട്ട് എനിക്ക് വേറൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രശ്നമുള്ളതായിട്ടൊരു സൺസ്ക്രീൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ഏറ്റവും ബെസ്റ്റ് സൺസ്ക്രീൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ആയുർ ഹെർബൽ സൺസ്ക്രീൻ SPF 40++.
നോക്കിക്കേ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. പിന്നെ ഈ ഒരു സംഭവം ഇടുക. ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട് മോയ്സ്ചറൈസിങ്ങും കൂടിയുണ്ട്, ഇതിൽ മോയ്സ്ചറൈസറും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ അഡീഷണൽ മോയ്സ്ചറൈസർ ഒന്നും ഇതിലിടേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഈ പറഞ്ഞ കുട്ടിക്കുള്ള ഒരു എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാനത് കമൻറ്റ് ചെയ്തപ്പോഴും ഞാൻ ആ കുട്ടിയുടെ ഏജും കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ല, ഞാൻ അത് ജനറലായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം സ്കിൻ കെയർ ഇത് മതി ടീനിലുള്ള കുട്ടികൾക്ക്. സിറവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുവാണെന്നുണ്ടെങ്കിലേ വേറെ ഒന്നുമല്ല, ചിലപ്പോൾ നമുക്കത് വരുന്നത് ചിലപ്പം ഓപ്പോസിറ്റ് ആയിരിക്കാം. സിറമൊക്കെ നല്ലതായിരിക്കാം, എനിക്കതിനെപ്പറ്റി വലിയ ധാരണയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ പിമ്പിൾ ഒത്തിരി ഉള്ളൊരു ഫേസാണ്, അല്ലെങ്കിൽ പിമ്പിൾ പ്രോൺ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ക്രീംസും കാര്യങ്ങളും എല്ലാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് സൂക്ഷിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലം ഇല്ല, അങ്ങനത്തെ ഒരു മെഡിക്കൽ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് ഒരു 20 മിനിറ്റ്സ് മുന്നേ ജസ്റ്റ് ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്യുക. അതും ഒരു ക്ലോത്തിൽ റാപ്പ് ചെയ്തിട്ട്. നെറ്റിയിൽ ഒത്തിരി ഇട്ട് മസാജ് ചെയ്യേണ്ട, കാരണം ജലദോഷമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ക്ലൈമറ്റ് അങ്ങനത്തെ ആണല്ലോ. അതുകൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മൾ ഈ ക്രീം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പോഴ്സ് അടയുമല്ലോ മസാജിങ് കഴിയുമ്പോൾ, അപ്പോൾ കുറച്ചും കൂടി നമ്മൾ സെക്യൂർ ആണ്. പക്ഷേ സൈനസൈറ്റിസ് ഇഷ്യൂ ഇല്ലയെന്നുണ്ടെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിലും ഈ ക്രീംസ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം പിമ്പിൾ ഉള്ളവർക്കൊക്കെ സേഫാണ്, വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം ഇതാണ് ടോപ്പിക്ക്. പിന്നെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഈ കുട്ടികളിൽ ഈ ഒരു ടീനേജിലൊക്കെ ഉള്ളവരാണെങ്കിലും നന്നായിട്ട് കേട് നിങ്ങൾക്ക് കഴിക്കാം. കേട് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കുറച്ചൊരു എന്താ പറയുന്നത്, ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും കേട് കഴിക്കാൻ നോക്കുക. അത് ചോറിലാണെങ്കിൽ അങ്ങനെ, ഡയറക്റ്റ് ആണെങ്കിൽ അങ്ങനെ, ഒരു പ്രശ്നവുമില്ല. പിന്നെ വെജിറ്റബിൾസ് അതുപോലെ ഒത്തിരി ഓയിലൊക്കെ ഇട്ടിട്ട് ഒത്തിരി മെഴുക്ക് വരട്ടി അല്ലാതെ നോർമൽ വെജിറ്റബിൾസ് ലൈറ്റായിട്ട് തോരനൊക്കെ ആയിട്ട് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ വെള്ളം കുടിക്കുക. കുറഞ്ഞത് ഒരു ലിറ്ററെങ്കിലും വെള്ളം മക്കൾ കുടിക്കുക. ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും കുടിക്കുമ്പോൾ അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വീട്ടിൽ വരുമ്പോൾ നമ്മൾ ആ ടൈം ഒപ്പിച്ച് അത് കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഷുഗറുള്ള ഐറ്റംസ് ഒത്തിരി കഴിക്കാതിരുന്നു ശ്രമിച്ചു നോക്കിക്കേ. ഒത്തിരി ഷുഗേഴ്സ് കഴിച്ചു കഴിയുമ്പോഴും ഈ പിമ്പിളിനെ അതിങ്ങനെ ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷുഗറും കുറച്ചും കൂടി ഒന്ന് കുറച്ച് നോക്കുക. കംപ്ലീറ്റ് ഒഴിവാക്കാനൊന്നും പറയാൻ പറ്റത്തില്ല, ചെറിയ കുട്ടികളാണ്, ഷുഗർ നമ്മൾ കഴിക്കുന്ന പ്രായമാണ്. എന്നാലും ഒരു മാസത്തേക്കൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും റുട്ടീനിലോട്ടൊന്ന് കൊണ്ടുവന്ന് നോക്കിക്കേ. ചേഞ്ച് ഉണ്ടാവുമോ നോക്കിക്കേ. ചേഞ്ച് ഉണ്ടാകും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഇതൊരു 1 മന്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ചെയ്തിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോർമോൺ ടെസ്റ്റ് ചെയ്യുക. ലൈക്ക് PCOD എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതൊക്കെ വളരെ കുറവായിരിക്കാം. അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലാത്ത പ്രോബ്ലംസ് നമുക്ക് നേരെ തന്നെ കാണാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫേസിൽ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇതെല്ലാം അതുകൊണ്ട് PCOD ആവാനൊന്നും ചാൻസ് ഒന്നുമില്ല ഈ ടീനേജിൽ ഈ പിമ്പിൾസ് കൂടുതൽ വരുന്നത്. എന്നിരുന്നാൽ തന്നെയും ഈ പറയുന്ന റെമഡീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ PCOD അല്ലെങ്കിൽ മറ്റേ ഹോർമോൺ ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പം ഇതാണ് ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. ഇത് ടീനേജിൻ്റെ സ്പെഷ്യലാണ്, ടീനേജേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫേസിൻ്റെ പിമ്പിൾസിൻ്റെ റെമഡി ആയിട്ട് എടുക്കുക, കാണുക. നിങ്ങൾക്കിത് ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് എന്നെ കൊണ്ട് അറിയാവുന്നതുപോലെ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ ടു ഓൾ. ടാറ്റാ.